ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീസൺ 1 എപ്പിസോഡ് 7 ഓഫ് പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ്. ആൻഡ് ദിസ് ഇസ് നിഷ ടോക്കിംഗ് ഫ്രം മെൽബൺ ടു യു ഗൈസ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സന്തോഷത്തെ പറ്റിയാണ്. വാട്ട് ഈസ് ഹാപ്പിനെസ്? എല്ലാവർക്കും സന്തോഷം അനുഭവപ്പെടുന്ന പല പല രീതിയിലാണ്. ചിലർക്ക് ഒരു ജോലി കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ചിലർക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ പേരൻസിനെ കാണുമ്പോഴോ, അല്ലെങ്കിൽ കുറേ നാളാകുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ കണ്ടുമുട്ടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴോ, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വളരെയധികം ഇലക്ട്രിഫൈങ് അല്ലെങ്കിൽ ഇല്യൂസീവ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ പല പല നിർവചനങ്ങൾ ഇതിനുണ്ട് സന്തോഷത്തിന്, അല്ലേ? ഈ സൈക്കോളജിയിലൊക്കെ അത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെ അതിന് പ്രത്യേകമായിട്ട് ഉണ്ടെന്ന് അങ്ങനെയൊക്കെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതില് സൈക്കോളജി ആ ഒരു ആസ്പെക്റ്റില് നഴ്സിംഗ് പഠിച്ചപ്പം ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു സൈക്യാട്രി അന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പഠിച്ചതല്ലാണ്ട് പിന്നീട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. പക്ഷെ കൂടുതലും നമുക്കല്ലാണ്ടുള്ള ഇൻഫർമേറ്റീവ് സെഷൻസ് അങ്ങനെ വഴിയുള്ളൂ എനിക്ക് ഈ ഒരു ഏരിയയിൽ എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സിംപ്ലി പറയാന്നുണ്ട് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പോസിറ്റീവ് മൂഡ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീങ് ഉണ്ടല്ലോ, ആ ഒരു കംപ്ലീറ്റ് സെൻസ് ഓഫ് മീനിങ്, അല്ലെങ്കിൽ ഒരു ഡീപ്പ് കണ്ടന്റ്മെന്റ്, അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ആരോഗ്യപരമായിട്ടും, അതായത് ശാരീരികമായിട്ടുള്ള ഇത് മാത്രമല്ല, മാനസികമായിട്ടും നമുക്ക് ഒത്തിരി അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സ് തന്നെ സന്തോഷമായിട്ടിരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഇപ്പം BP കൂടാതെയും അനാവശ്യമായിട്ട് നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ അനാവശ്യമായിട്ട് BP ഒന്നും കൂടാതിരിക്കുക, ഇച്ചിരി ഒന്ന് ശാന്തമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിയുടെയൊക്കെ ആ ഒരു ഫങ്ഷൻസ് ആ ഒരു നോർമലി പോകുന്ന, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം നോർമലായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപരമായിട്ട് അതിൻ്റെ അകത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നുള്ള ആ ഒരു സ്റ്റേറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ പലരും ഇങ്ങനെ പറയാറുണ്ട്, അതായത് എനിക്ക് കുറെ പൈസ ഉണ്ടായാലും എനിക്ക് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും ഇതുള്ള ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും. പക്ഷെ അതൊരു മിത്ത് മാത്രമാണ്. കാരണം സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നേണ്ടതാണ്. അപ്പൊ അതിന്റെ പാത്ത് വേ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി, അല്ലെ? ഹാപ്പിനെസിന്റെ പാത്ത് വേ ഒരിക്കലും ഈസി അല്ല. അതിൽ പല പല ഡിസ്കംഫർട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്തെന്നിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആ ഒരു നമുക്കൊരു കാര്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, ഒരു പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതായത് ജീവിത സാഹചര്യങ്ങൾ, ഇപ്പം ഞാൻ പറയാം, അച്ചീവ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളവര്, ഈവൻ നമ്മുടെ നെയ്ബർഹുഡിലുള്ള ആൾക്കാരുമായിട്ട്, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് നമ്മളുടെ ഈ ഹാപ്പിനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ വിചാരിക്കുക ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നത്, പക്ഷെ അതൊന്നും അല്ല. പല പല ഫാക്ടേഴ്സ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു നന്ദി എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് ആ ഓരോന്നിനും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുള്ള ആ ഒരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തന്നെ നമുക്ക് ഗ്രേറ്റർ ആയിട്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ എനിക്കൊരു കൊച്ചു ചെറിയ ചെറിയ സന്തോഷങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ എൻ്റെ മനസ്സിന് വളരെയധികം ഹാപ്പിനെസ് തരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ലെവലിൽ പോകാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി ആൻഡ് ദ പാത്ത് ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട്. അതിൽ പല പല സ്ട്രഗിൾസ് ഒക്കെ കാണും. പക്ഷേ വി ഓൾവേസ് ലുക്ക് ഫോർ ദ പോസിറ്റീവ് സൈഡ്. കാരണം ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ആ ഒരു ഗോൾ ഓറിയന്റേറ്റഡ് നമ്മുടെ ആ ഒരു മൂവ്മെന്റ്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളൊരു ഹാപ്പി പേഴ്സണെ
ചിലപ്പോൾ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പം ഇങ്ങനെ ചിലരൊരു പട്ടിയെ കളിപ്പിക്കുന്നതോ ഒക്കെ ഇങ്ങനെ പാർക്കിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ചിലര് ഒരു ബുക്കൊക്കെ വായിച്ച് ഒരു മരത്തിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്നതോ, അല്ലെങ്കിൽ ചിലപ്പം ചില വീടിന്റെ മുന്നിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ പ്രായമായിട്ടുള്ള കപ്പിൾസ് ഒക്കെ താമസിക്കുന്ന ആ വീടിന്റെ ഒക്കെ ബാൽക്കണിയിലൊക്കെ അവരൊക്കെ രാവിലെ ഇരുന്ന് ഒരു കപ്പ് കാപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു കപ്പ് ചായയൊക്കെ ഷെയർ ചെയ്ത് കുടിച്ച് പിന്നെ എന്തേലും ടാർട്ടോ അങ്ങനെ എന്തേലൊക്കെ കഴിച്ച് അവരിങ്ങനെ ഇരിക്കുന്നതും വർത്താനം പറഞ്ഞിരിക്കുന്നതും പക്ഷെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ്. അങ്ങനെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിക്കും എന്താ, നമ്മൾ ഈ ഒരു ഹാപ്പി മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കും. കാരണം അവര് എന്തുവാ ശരിക്കും ചിരിക്കാനും ഓപ്പണായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ അവർ വളരെയധികം സെൽഫ് കെയർ, അതായത് സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ പറയും. കാരണം എക്സസൈസ് എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മൾ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ പോലെ തന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നടക്കുവോ അല്ലെങ്കിൽ ഓടുവോ അങ്ങനെ ആ റെഗുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും ഈ കൂടുതലും. കാരണം അവരുടെ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ആ മനസ്സിന്റെ ആ ഒരു സന്തോഷം നിലനിർത്താനുമാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതലും അവര് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കാരണം അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കും. ഒരു ഈവൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്മാറാറില്ല. കാരണം എങ്ങനെ ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ബെറ്റർ എന്നുള്ള ആ ഒരു ഈ ആറ്റിറ്റ്യൂഡ് കാണും അവർക്ക്. അതായത് അവരുടെ ലൈഫിന് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികള് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ബുദ്ധിമുട്ടി എന്ന് വെച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഹാപ്പിനെസ് തേടത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. കാരണം എല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ആ ഒരു ഹാപ്പിനെസിന്റെ ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിക്ക് പല പല വിഷമങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാപ്പിനെസ് ഇപ്പം ചിലര് പറയും ചില ഏജ് വന്നാലേ ഉള്ളൂ എനിക്ക് നമുക്ക് ആ ഒരു സന്തോഷത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ വരത്തുള്ളൂ. അല്ലെ ഒരു 40 വയസ്സായി കഴിയുമ്പോൾ, അല്ലെ ഒരു 50 വയസ്സായി കഴിയുമ്പോൾ, ചിലർ പറയും 20 വയസ്സായി കഴിയുമ്പോൾ എനിക്ക് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ സന്തോഷത്തിന്? ഇല്ല. ഒരു കൊച്ചു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ, ഒരു ബേബിക്കാന്നുണ്ടെങ്കിൽ അതിന്റെ അമ്മയുടെ കണ്ണിലോട്ട് നോക്കുന്നത്, അത് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിലേക്ക് നോക്കുന്നത്, അതുപോലെ തന്നെ പിന്നീട് ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും അത് അപ്പനും അമ്മയായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ അത് അതിന്റെ ബന്ധുക്കളോടുള്ള ഇന്ററാക്ഷൻ, അതിൽ ആ ചിരിച്ച് സന്തോഷം കാണുന്ന ആ ഒരു അവസ്ഥ, അത് ആ ഹാപ്പി സ്റ്റേറ്റ് ആണ് ആ ബേബിയുടെ. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളർന്ന ഓരോ സ്റ്റേജിൽ പോകുമ്പോഴും ഓരോരോ രീതിയിലായിരിക്കും. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളർന്നു, ഓക്കെ നമുക്കൊരു ലവ് അഫെയർ ഉണ്ടായി, അപ്പം ആ ഒരു അഫെയറിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കാം. പിന്നെ ഓക്കെ ലവ് പൊട്ടി, ഇനിയിപ്പോൾ അത് പോട്ടെ, നമ്മൾ അത് കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ല, ഇനിയിപ്പോൾ തന്നെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യമെങ്കിലും ആ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ കാണുന്നു, അത് എത്രമാത്രം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റ് ആണ്, അല്ലെ? അപ്പൊ അതിനൊരു സെറ്റ് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. നമുക്കിപ്പോൾ 80 ആയാലും 90 ആയാലും 100 ആയാലും ഹാപ്പിനെസ് നമുക്ക് ഓരോ രീതിയിലാണ് ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത്. അതായത് നമ്മളെല്ലാം വളരെ യുണീക്കാണ്, വളരെ വ്യത്യസ്തരാണ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ടോക്കിൽ മെയിനായിട്ട് എനിക്ക് തോന്നി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്സും ഹെൽത്തും വളരെയധികം ഇങ്ങനെ ഇന്റർട്വൈൻഡ് ആന്ന് പറയുന്നത് വെച്ചാൽ കൈ പുറത്ത് പിടിച്ചു പോകുന്ന രണ്ട് സംഗതികളാണ്, അല്ലെ? ഒരു ഹെൽത്തി മൈൻഡ് ആണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും വളരെയധികം നന്നായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക. നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് വളരെയധികം നന്ദി. ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് കമന്റ്സ് ഇടാം. ഇറ്റ്സ് നോട്ട് എ പ്രീ റെക്കോർഡഡ് ഓർ എഡിറ്റഡ് ഷോ, സോ ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ആൻഡ് പോസ്റ്റിംഗ് ഇറ്റ്. അപ്പം അതിൽ ഒത്തിരിയേറെ തെറ്റുകൾ ഉണ്ടാകാം. എനിക്ക് ഡയറക്റ്റ്ലി മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. സോ kindly support, subscribe, share and keep up to date. And this is Nisha, and you have listened to podcast by Nisha George, and I'm signing off from
here right now. Thank you so much. You all have a good day. Bye bye.